പ്രിയമുള്ളവരെ, നമുക്കൊരു യാത്ര പോയാലോ? യാത്ര എന്നും സന്തോഷം തരുന്നതാണ്. അത് ഭഗവാനുമായി ബന്ധപ്പെട്ട യാത്രയാവുമ്പോൾ കൂടുതൽ സന്തോഷം മനസ്സിൽ നിറയ്ക്കുന്നു. ഒരു വൃന്ദാവന യാത്ര. ഒരു ദിവസം ഞാൻ നടത്തിയ വൃന്ദാവന യാത്ര. വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീ ഗവാം സേവ്യം പുണ്യാദ്രി തൃണവീരുധം വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനിച്ച. അത്രയും ധന്യമായ വൃന്ദാവനത്തിലേക്ക്, ആ വൃന്ദാവന ഭൂമിയിലൂടെ ഒരു ദിവസത്തെ യാത്ര. അത് 1 മണിക്കൂർ നീണ്ട ചലനചിത്രമായി അവതരിപ്പിക്കുന്നു. വൃന്ദാവന വിഹാരി ശ്രീകൃഷ്ണലാൽ കി ജയ്, വ്രജേശ്വരി ശ്രീ രാധാറാണി കി ജയ്. കാറിലായിരുന്നു യാത്ര, ഒപ്പം നല്ല പാതിയും. പിന്നെ എല്ലായിടവും വേണ്ട പോലെ അതിൻ്റെ ഐതിഹ്യ പെരുമകളും ഭക്തിഭാവങ്ങളും പറഞ്ഞു തരാനും കാണിച്ചു തരാനും മധുവേട്ടനും ബിന്ദുവോപ്പോളും. ഭാഗവത സഭജിയും ശ്രീ രാധാകൃഷ്ണ പ്രേമവുമായി എല്ലാ മാസവും ഗോവർദ്ധന പരിക്രമണവും വൃന്ദാവന സന്ദർശനവുമായി കഴിയുന്ന ഭക്തദമ്പതികൾ. ഇവർ ഫരീദാബാദിലാണ് വർഷങ്ങളായി താമസം. ഞങ്ങളുടെ സാരഥിയായി ഉറക്കെ നാമസങ്കീർത്തനം ചെയ്യുന്ന പണ്ഡിറ്റ്ജിയും. കാറിൽ ആണ് യാത്ര. ഇത് ശനിദേവന്റെ ക്ഷേത്രത്തിലേക്കുള്ള മാർഗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ശനീശ്വര പ്രതിമ. ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിൽ ശനിഗ്രഹത്തെ പങ്കെടുപ്പിച്ചില്ലത്രേ. അതിൽ പ്രതിഷേധിച്ച് ശനി കാത്തിരുന്നു കൃഷ്ണനെ പിടികൂടാൻ. ഒടുവിൽ കൃഷ്ണൻ തന്നെ ശനിക്ക് വ്രജഭൂമിയിൽ ഒരു സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. ഈ ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശനിദോഷങ്ങൾ ഒഴിയുന്നുവെന്നും ശാശ്വത സത്യമായ ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ലഭിക്കുന്നുവെന്നുമാണ് ഭക്ത സാക്ഷ്യം. അടുത്തതായി നമ്മുടെ യാത്ര വൃന്ദാകുണ്ടിലേക്ക്. വൃന്ദ എന്നാൽ തുളസി, ബൃന്ദ എന്നും പറയും. തുളസി ദേവിയാണ് വ്രജഭൂമിയുടെ നടത്തിപ്പുകാരിയത്രേ. ഇവിടെ 2 കുളങ്ങളുണ്ട്. വൃന്ദാകുണ്ട്, അടുത്തായി ഗുപ്തകുണ്ട്. ഗുപ്തകുണ്ടിലേക്ക് സാധാരണ പ്രവേശനമില്ല. ഇവിടെ വൃന്ദാദേവിയുടെ അതിമനോഹരമായ വിഗ്രഹവും പൂജാദികളും നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നിരവധി തത്തകളെ ഇവിടെ കാണാൻ സാധിക്കും. രാധാകൃഷ്ണന്മാരുടെയും ഗോപികമാരുടെയും വിവരങ്ങൾ കൈമാറുന്നവരാണത്രേ ഈ തത്തകൾ. കൃഷ്ണൻ വ്രജരാജാവും രാധാദേവി റാണിയുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃന്ദാദേവി ഇതിൻ്റെ നടത്തിപ്പുകാരിയും. ഓരോ ദിവസവും രാധാകൃഷ്ണ രാസം എങ്ങനെ വേണം, എവിടെ വേണം, ആരൊക്കെ വേണം, ആര് പാടണം, ആരാടണം, ഏതു വേഷം വേണം തുടങ്ങിയവയൊക്കെ വൃന്ദാറാണിയാണ് തീരുമാനിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന പൂജാരി രാധാരമണ शास्त्रिകളുടെ കഥാകഥനം കേൾക്കാം ഹിന്ദി ഭാഷയിൽ. यद्यपि वृंदा देवी को 108 नाम से हम लोग जानते हैं, लेकिन प्रमुख नाम वृंदा देवी के 8 हैं. वृंदा, वृंदावनी, विश्व पूजिता, विश्व पावनी, पुष्पसारा, नंदिनी, तुलसी और कृष्ण जीवनी. ये 8 नाम तुलसी महाराज. ग्रंथों में ऐसा वर्णन है कि श्री ठाकुर जी का जो निवास स्थल है वो नंदगांव है. श्री राधा रानी बरसाना निवास करती है, ये उनका घर है. और श्री वृंदा देवी वृंदाकुंड में निवास करती हैं, ये उनका घर है. पूरे विश्व में वृंदा देवी 2 ही जगह विराजमान है, एक तो वृंदाकुंड में, दूसरा काम्यवन में. यद्यपि श्री तुलसी महारानी हमारे घर में वृक्ष के रूप में विराजती है, सभी घर में रहती हैं. हिंदू वाङ्मय का सर्वोच्च पूजा के लिए वृंदा देवी को प्रयोग में लिया जाता है.
तो राधा रानी हमारे ब्रज की मालकिन है। ब्रजेश्वरी कौन है? श्री राधा रानी। और श्याम सुंदर हमारे ब्रज के राजा है और तुलसी महारानी इस ब्रज की अध्यक्षा है, मैनेजर। राधा कृष्ण की जो भी लीला ब्रज में होती है, मैंने अभी आपको बताया कि पीछे जो कुंड है जिसका नाम है गुप्त कुंड, तो गुप्त कुंड में प्रातः श्री स्वामी जी पधारती है नित्य, क्योंकि ब्रज में दो तरह की लीला होती है, एक तो निकुंज लीला और दूसरे गोचारण लीला। श्री ठाकुर जी दो लीला करते हैं ना, गोचारण तो अष्ट सखाओं के साथ में श्री ठाकुर जी करते हैं, और निकुंज और नित्य निभृत निकुंज की लीला, ये जो लीलाएं होती है ये स्वामी जो श्री लाडली राधा रानी, क्योंकि राधा रानी को हम लाडली कह के संबोधन करते हैं, क्योंकि जैसे एक बेटी को बुलाते हैं ना, हमारे ब्रज में आज भी जब दर्शन करने के लिए जाते हैं ब्रजवासी लोग बरसाना में या नंदगांव में, तो कोई भी राधा रानी कह के संबोधन नहीं करेगा, या तो किशोरी कह के संबोधन करेगा या लाडली कह के संबोधन, क्योंकि लाली देख के आए ऐसा भाव होता है, लाली को निरख के आए, थोड़ी कैसी है लाली और कैसो है लाला, ऐसा भाव है। यहाँ ब्रज में राम को भगवान मानते हैं, तभी वो लोग बोलते हैं राम राम जी, ऐसा करते हैं ना, लेकिन कृष्ण को अपना लाला मानते हैं, अपना सखा मानते हैं, पक्ष भाव है ब्रजवासियों का। तो श्री स्वामी जी जब यहाँ प्रातः 4 बजे 7 बजे पधारती है, तो वृंदा देवी उनके लिए कुंज निर्माण करती है, जो कि गुप्त कुंड में निर्माण करती है। प्रातः 7 बजे से लेकर के 8:24 तक श्री राधा रानी इधर ही रहती। आप दिव्य समय में आए, ये समय श्री किशोरी जी का यहीं पर रहे, यहीं पर है, अभी भी है, लेकिन हमारी चक्षु जो है ना, इसमें मास्टर डिग्री की आवश्यकता है। अभी हमारी LKG UKG चल रही है भक्ति की, जब इसकी मास्टर डिग्री हमारी, क्योंकि श्री स्वामी जी के चरण आज भी इस भूमि पर बनते हैं, यहाँ क्वचित भक्तों को दर्शन भी होता है, उनके श्री चरण कमल का आश्रय भी मिलता है, उनकी नूपुर की ध्वनि भी सुनाई देती है, श्याम सुंदर की श्री वेणु का भी निनाद सुनाई देता है। तो ये कब सुनाई देता है? जब हमारी भक्ति की परिपक्व परिणति हो जाती है, देहाभ्यास की निवृत्ति जब जीव के अंतर हृदय में हो जाती है, तो श्री श्याम सुंदर उस पर कृपा करके अनुगत्य प्रदान कर देते हैं। तो धीरे 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 स्टेप्स बाय स्टेप्स जब हम चढ़ेंगे तो श्री ठाकुर जी हमें अपना लेंगे, ऐसा हमारा अभिमत है। श्री ठाकुर जी तो करुणा निधान है ना, भक्त वत्सल हैं वो, तो भक्तों के बछड़े की तरह वो भक्त के पीछे पीछे जाते हैं, है ना। तो श्री लाडली जब यहाँ पधारती है तो वृंदा देवी कुंज निर्माण करती है, जिसमें लाखों पंखुड़ियों का एक कमल होता है, जिसके सेंटर में श्री राधा कृष्ण, समझ में आ रहा है बाबा? श्री राधा कृष्ण, पंडित जी आप समझ रहे हैं ना, जिसके बीच में श्री राधा कृष्ण, फिर ललिता, विशाखा, चित्रा, तुंग विद्या, सुदेवी, रंग देवी, चंपकलता, इंदुलेखा, 8 प्रिंसिपल गोपियां, फिर मंजरियां, फिर उपमंजरियां, सब यूथ के यूथ ब्रज गोपी उसमें विराजती है। तो वृंदा देवी, वीरा देवी, पूर्णमासी देवी और कुंदलता, ये 4 जो प्रमुख गोपियां हैं, यूथ की जो मालकिन हैं, उनमें वृंदा देवी की नियुक्ति होती है कि किस कलर की ड्रेस कौन गोपी पहनेगी, ये व्यवस्था वृंदा देवी करेगी। कौन गोपी नृत्य करेगी, कौन गोपी गायन करेगी, कौन गोपी वादन करेगी, कौन गोपी ब्रज में आएगी, कौन केरला से आएंगे, ये सब व्यवस्था वृंदा देवी का होता है। आप अपने पुरुषार्थ से और आपके धन के माध्यम से आप अपने मंतव्य से कभी ब्रज में नहीं आ सकते। और ब्रज जो है वो कोई पिकनिक पैलेस नहीं है, ब्रज कोई घूमने का स्थल नहीं है, ब्रज तो श्री ठाकुर जी का हार्ट है, उनका प्लेग्राउंड है वृंदावन। क्योंकि ठाकुर जी ब्रह्म वैवर्त पुराण में स्वयं अपने श्री मुख से कहा है कि 5 योजन विस्तीर्णम धामम च हृदयम मम, 5 योजन का जो वृंदावन है ना, वो मेरा हृदय है, ये हार्ट है श्री ठाकुर जी के, आप उनके हृदय में विराजमान हैं। ठीक है, तो श्री गोविंद की ये जो क्रीड़ा भूमि है ना, स्टेडियम श्री ठाकुर जी का, इसमें कोई ना कोई भाव में श्री ठाकुर, देखो यदि हमारा भाव परिपक्व है, क्योंकि ठाकुर श्री सप्तम स्कंद में सुखदेव जी महाराज वर्णन करते हैं कि न दानम न तपो नेज्या न शौचम न व्रतानि च प्रियते अमलया भक्त्या हरिरन्य विडम्बनम। यदि हमारे अंतर हृदय में अमल भक्ति विराजित है तो श्री ठाकुर जी यहाँ ब्रजवासियों के मध्य में ग्वाल सखाओं के बीच में आपको खेलते हुए दर्शन दे सकते। और यदि हमारी भक्ति
मैं अभी थोड़ा बहुत खोट है, इधर उधर हमारा मन है, तो आप बांके बिहारी मंदिर में भी फव्वारा का दर्शन करेंगे, बांके बिहारी का दर्शन नहीं होता है। तो ये कृपा कौन दे सकती है हमें? तुलसी महारानी, क्योंकि तुलसी महारानी का मैनेजमेंट यहाँ से चलता है। अभी उनकी लीला का जो समय है ना श्री ठाकुर जी का, तो यहाँ पे अभी नियुक्ति हो रही है, क्योंकि प्रातः 7 से 8:24 यहाँ, फिर इसके बाद में कृष्ण चले जाते हैं गौचारण करने के लिए, और श्री राधा रानी चली जाती है सूर्य पूजा करने के लिए, क्योंकि सूर्य श्री राधा रानी के इष्ट देव हैं। तो कृष्ण के दीर्घायु के लिए श्री राधा रानी राधा कुंड और श्याम कुंड के समीप एक स्थान है, वहां पे सूर्य पूजा करती है, और इनका दूसरा मिलन होता है राधा कुंड और श्याम कुंड में। फिर तीसरा मिलन होता है राधा गोविंद मंदिर वृंदावन में है, वहां पे उनका तीसरा मिलन होता है। फिर एक स्थान है निधिवन, तो निधिवन में श्री राधा रानी 9 बजे के आसपास में श्री ठाकुर जी से मिलती है। फिर जब किशोरी जी थक जाती हैं तो देखियो दुर्योधन कुंज कुटीर में बैठो पलोटत राधिका पायन, श्री स्वामी जी के चरण पाद जो हैं वो ठाकुर जी दबाते हैं श्री किशोरी जी के। तो इस तरह से प्रमुख जो स्थल हैं वो योगपीठ स्थल हैं, क्योंकि वृंदा देवी तो सभी घर में विराजित है लगभग, क्योंकि जब तक वृंदा देवी भगवान के सामने नहीं आती भगवान भोग भी स्वीकार नहीं करते, इसलिए तुलसी भी श्लोक में देते हैं। जब तक श्री वृंदा देवी हमारे वक्ष पर विराजित नहीं होंगी, जब तक हमारे हृदय कमल के ऊपर विराजित नहीं होंगी, तब तक श्री ठाकुर जी हमें अनुगत्य प्रदान नहीं करते। इसलिए आपने देखा होगा वैष्णव लोग तुलसी की माला धारण करते हैं। हमारा भजन भी भगवान श्री तुलसी के माध्यम से स्वीकार करते हैं, तुलसी की माला से जप करते हैं। कोई भगवान शिव का प्रेमी है तो रुद्राक्ष प्रयोग करेगा, कोई लक्ष्मी का प्रेमी है तो कमलगट्टा प्रयोग करेगा, लेकिन स्वामिनी और श्याम सुंदर का प्रेमी, राम कृष्ण विष्णु का जो प्रेमी है वो तुलसी का यूज करेगा। तो क्यों इतनी जरूरी है? क्योंकि जैसे किसी वरिष्ठ अधिकारी से मिलने के लिए उसके पीए से मिलना पड़ता है, ऐसे ही वृंदाय तुलसी देव्याय प्रियाय के सदस्य कृष्ण भक्ति प्रद देवी सत्यवत्यै नमो नमः। कृष्ण भक्ति प्रदायिनी श्री तुलसी महारानी। आप जो मेरे मस्तिष्क पर जो देख रहे हैं गौड़ीय वैष्णव है, मैं श्रीमन माधव गौड़ेश्वर हूँ। तो यहाँ पे आप देख रहे हैं जो ഇനിയുള്ള യാത്ര മോത്തിക്കുണ്ടിലേക്ക്, മുത്ത് തേടിയുള്ള യാത്ര, ശ്രീകൃഷ്ണൻ എന്ന അമൂല്യമായ മുത്ത് തേടിയുള്ള യാത്രയാണ് നാം ഇനി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം. Radhe
ഇതാണ് മോത്തിക്കുണ്ട്. രാധയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹത്തിന് മുന്നോടിയായി രാധയുടെ അച്ഛനായ വൃഷഭാനു ഒരുപാട് മുത്ത് നന്ദഗോപർക്ക് സമ്മാനമായി നൽകിയത്രേ. ഇതിന് പകരമായി തിരിച്ച് ഇരട്ടി മുത്ത് നൽകണം. നന്ദഗോപരുടെ കയ്യിൽ മുത്തില്ല. അവിടെ ഭഗവാൻ ആ നന്ദഗോപരുടെ ഗൃഹത്തിന് പുറകിലുള്ള വലിയ വയലിൽ മുത്തു വിതച്ചുവെന്നും ധാരാളം മുത്തു കിട്ടിയെന്നുമൊക്കെയാണ് ഇവിടുത്തെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പറയുന്ന കഥ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ രാമായണം വായിക്കുന്ന ഒരു യുവാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഭഗവാന്റെയും രാധാദേവിയുടെയും അത്ഭുതകരമായ ശ്രീകോവിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന മുത്ത് ഈ സ്ഥലത്ത് രാധാദേവിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പാദങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള സ്ഥലത്ത് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥന ഭഗവാൻ സഫലീകരിക്കും എന്നാണ് ഇതുവരെയുള്ള ആളുകളുടെ വിശ്വാസവും സാക്ഷ്യവും. ഈ കാണുന്നത് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കടുക് പൂത്ത് നിൽക്കുന്ന മഞ്ഞപ്പൂക്കളാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ പാതയുടെ ഇരുവശത്തുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് തേർക്കദംബ് എന്ന സ്ഥലമാണ്. ഇവിടെ വലിയൊരു കടമ്പ് വൃക്ഷം, അതിന് മുകളിൽ ഇരുന്ന് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ മേയാനായിട്ട് വിട്ടിട്ടുള്ള പശുക്കളും പശുക്കുട്ടികളുമൊക്കെ ആ ഓടക്കുഴൽ വിളിയുടെ പ്രത്യേകത അനുസരിച്ച് പ്രത്യേകമായിട്ട് ഒത്തുചേരും എന്ന് കഥകളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചുള്ള പ്രതിഷ്ഠയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ആ കടമ്പ് വൃക്ഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തേർക്കദംബിന് പുറകുഭാഗത്തുള്ള വിശാലമായ ഒരു ജലാശയം, അതിന് അടുത്തായി മയിലുകൾ, വളരെയധികം മയിലുകളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതിലെ 2 മയിലുകളാണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായൊരു കളിക്കളം ഒരുക്കിയിരിക്കുന്നു. അതിന് ചുറ്റുമായിട്ട് പശുക്കളെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പല നിറത്തിലുള്ള പശുക്കൾ ചുറ്റും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരി, ഘോരി, ലാലി, ഗുലാബി, ഹരി, കാമർ, ധൂമർ, പീലി എന്നൊക്കെയാണ് ഇതിൻ്റെ നിറങ്ങൾക്കനുസരിച്ച്, കറുപ്പ്, വെളുപ്പ്, ചുമപ്പ്, മഞ്ഞ ഒക്കെ നിറങ്ങൾക്കനുസരിച്ച് പേര് കൊടുത്തിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും.
ഇതൊരു മഹാദേവ ക്ഷേത്രമാണ്. ശിവലിംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ ഭഗവാനെ കാണാനായിട്ട് വന്ന മഹാദേവന് നാഗമാലയും അതേപോലെ മൂന്നാം തൃക്കണ്ണൊക്കെയായി വന്ന മഹാദേവന് ഭഗവാനെ കാണാൻ സാധിച്ചില്ലെന്നും യശോദമ്മ സമ്മതിച്ചില്ലെന്നും അതേ തുടർന്ന് മഹാദേവൻ ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്തു എന്നും ആണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ആശീശ്വർ മഹാദേവ് എന്നാണ് ഈ മഹാദേവന് പേര്. പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ കാണാനുള്ള പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന മഹാദേവൻ. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ വിഗ്രഹത്തിൽ കരിമ്പ് നീര് അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം ആണ് ഇത്. അടുത്തതായി നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം ഉദ്ധവ് ക്യാരി അഥവാ രാസമണ്ഡൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ രാധാദേവിയുടെ വളരെ മനോഹരമായിട്ടുള്ള പ്രതിഷ്ഠയോടുകൂടിയ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ഇവിടെ വെച്ചാണ് ഉദ്ധവൻ ഗോപികമാരെ കാണുന്നതും ഗോപികമാർ ഉദ്ധവനോട് ചേർന്ന് അല്ലെങ്കിൽ ഉദ്ധവനോട് എന്നുള്ള രീതിയിൽ ഒരു വണ്ടിനോട് സംസാരിക്കുന്നതായിട്ടുള്ള ഭ്രമരഗീതം എന്ന ഭാഗവതത്തിലെ ഭാഗം ഇവിടെ വെച്ചാണ് നടന്നത് എന്നാണ് സങ്കല്പം. ആ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യുകയാണ്. യുവാച മധുപകിതവ ബന്ധോ മാസ്പൃശാംഘ്രിം സപത്ന്യാ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർന വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃ സകൃതധരസുധാം സ്വാം മോഹിനീം പായയിത്വാ സുമനസ ഇവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തത്പാദപത്മം തു പത്മാഹ്യപി ബദഹൃതചേതാ ഉത്തമശ്ലോകജൽപീ കിമിഹ ബഹുഷഡംഘ്രൈ ഗായസി ത്വം യദൂനാമധിമതിഗൃഹാണാം അഗ്രതോ ന പുരാണം വിജയസഖസഖീനാം ഗീയതാം തൽപ്രസംഗ ക്ഷപിതകുചരുജസ്തേ കൽപ്പയന്തീഷ്ടമിഷ്ടാ ദിവി ഭുവി ചരസായാം കാ സ്ത്രിയസ്തദ്ദുരാപ കപടരുചിരഹാസഭ്രൂവിജൃംഭസ്യ യാസ്യു ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഹ്യുത്തമശ്ലോകശബ്ദ വിസൃജ ശിരസി പാദം വേത്യഹം ചാടുകാരൈർ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യൈർമുകുന്ദാൽ സ്വകൃത ഇഹ വിസൃഷ്ടാപത്യപത്യന്യലോകാ വ്യസൃജതകൃതചേതാ കിം नु സന്ധേയമസ്മിൻ മൃഗയുരിവ കപീന്ദ്രം വിവ്യഥേ ലുബ്ധധർമ്മ സ്ത്രിയമകൃതവിരൂപാം സ്ത്രീജിതകാമയാനം ബലിമപി ബലിമത്വാവേഷ്ടയധ്വാംക്ഷവദ്യസ്തദലമസിതസഖ്യൈർ ദുസ്ത്യജസ്തൽക്കഥാർത്ഥാ യദനുചരിതലീലാകർണപീയൂഷവിപ്രുട് സകൃതധനവിധൂതദ്വന്ദ്വധർമാ വിനഷ്ട സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവ ഇഹ വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി വയമൃതമിവ ജിംഹവ്യാഹൃതം ശ്രദ്ദധാന കുലികരുതമിവാജ്ഞാ കൃഷ്ണവധ്വോ ഹരിണ്യ ദദൃശരസാകൃതേതന്നഖസ്പർശതീവ്രസ്മരരുച ഉപമന്ത്രിൻ ഭണ്യതാമന്യവാർത്ത പ്രിയസഖ പുനരാഗാ പ്രേയസാ പ്രേഷിത കിം വരേ കിമനുരുന്ധേ മാനനീയോസി മേംഗ നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂ സാകമാസ്തേ
अपिबद मधुपुर्यामार्यपुत्रोऽधुनास्ते स्मरति स पितृगेहान् सौम्यबन्धुंश्च गोपान् क्वचिदपि स कथानः किङ्करीणां गृणीते भुजमगरुसुगन्धं मूर्ध्यधास्यल् कदा गोपीचरणारविन्दपरमाणवे मम सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ഇവിടെയുള്ള ഒരു മഹാത്മാവിൻ്റെ ചില വാക്കുകൾ നമുക്കിനി കേൾക്കാം. രാഷ്ട്രഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. എല്ലാവരും ശ്രദ്ധിക്കുക. अब हम तुमको उस ऊर्जा में प्रवेश कर रहे हैं जहां सर्वश्रेष्ठ ज्ञानी सृष्टि का और सर्वश्रेष्ठ गुरु परम भक्ता सृष्टि की गोपियां उनके दोनों के बीच की नोकझोंक का संवाद सुना. उद्धव जी ने कृष्ण के नेत्रों में आंसू देखे. उद्धव जी ने प्रश्न किया, प्रभु आपको क्या कष्ट है, आप शीघ्र ही बताइए, चरण पकड़ो. कृष्ण कहते हैं हमको ब्रज की याद आ रही है. उद्धव कहते हैं ब्रज में ऐसी कौन चीज है जो तुमको रोना पड़ रहा है. कृष्ण कहते हैं उद्धव मोहि ब्रज बिसरती ना. चाय पी ले बच्चे. बोले तो मिल के आ जाओ. बोले उद्धव आप तो जानते हो कि मैं एक काम के लिए नहीं आता, हमें और भी ढेर सारे कार्य हैं, हम उधर फंस जाए. आप एक मेरा संदेश पहुंचा दो. उद्धव जी बोलते हैं ज्ञानी के पास भेजते, शास्त्रार्थ होता, मैं उसकी सुनता, वो मेरी सुनता, समाधान होता. वो बंचरी, वो ब्रज गोपी, गंवारी, गोबरहारी, गोबर बीनने वाली, वन में विचरने वाली, बगैर पढ़ी लिखी गोपियां मेरी भाषा को क्या समझे. बोले उद्धव चले जाओ, वहां से महात्मा बन के आओगे. बोले उद्धव अगर वहां जाके महात्मा बनता है, महात्माओं वाली चेतना उद्धव के अंदर अगर वहां जाके आती है तो मैं बिल्कुल जाऊं. अपने आभूषण दे दिए, वो धारण कर लो. अपना मुकुट लाए, धारण कर लो, तैयार हो जाओ, रथ हमारा वाला. कृष्ण के आभूषण चढ़ गए, कृष्ण का मुकुट लग गया, कृष्ण के समान सुंदर थे कृष्ण. और वैसे भी तो कृष्ण के उतरे हुए वस्त्र ही उद्धव धारण करते थे, और कृष्ण के भोजन किए हुए में उसी थाली में कुछ कृष्ण का प्रसाद बच जाता था, उसमें से मिलता था उनको, और कुछ थोड़ा बहुत ले लेते थे. इस प्रकार से ही उनका जीवन था. उद्धव जी जब इधर आते हैं अपना प्रेम का रंग वृंदावन दिखाते हैं. उलझ के वस्त्र में कांटे लगे उद्धव को समझाने, तुम्हारा ज्ञान पर्दा फाड़ देंगे हम प्रेम दीवाने. यहाँ तो झाड़ियों से भी आवाज आ रही है. बोल कौन रहा है. उद्धव जी आगे बढ़ते हैं. 9 लाख गौ नंद जी की थी और ढेर सारे ग्वाल बालों की गौ थी. ये 9 नंद थे, सबकी गौ थी. गौओं ने देखा कृष्ण आ रहा है, कृष्ण की छवि से इतना प्रेम था. कृष्ण ने लकुट रखते थे जरूर, बाकी लकुट से वो गौ नहीं चराते, गौ तो मुरली से चरा. जिसका नाम लेके बुलाया वो गौ उधर ही आ जाती थी बंसी से.
उन गौओं ने जब वो छवि देखी, चारों बगल से आगे बढ़ी तो बीच में रथ गिर गया। ग्वाल वालों ने देखा, बोले कृष्ण आ गया। दौड़े, आपस में प्रश्न करने लग गए, बोले ये कृष्ण नहीं हो सकता। बोले कृष्ण क्यों नहीं, वही तो है। बोले वो होता अब तक आ जाता है यहाँ उतर के, वो वहां रथ पे थोड़ी रहता। कुछ ग्वाल वालों ने कहा वो राजा हो गए ना, अभिमान हो गया है, सोने के रथ से चलते हैं तो क्यों आए। अब तो दंडवत प्रणाम करना पड़ेगा। द्वारकाधीश है ये? नहीं, जब ये मथुरा में थे। अच्छा, मथुरा की बात है। हाँ, मथुरा में ही थे। अच्छा। द्वारिका से तो उद्धव को भेजा था जब वो अपने धराधाम जाने लग गए, जब बाण लग गया था। अच्छा। उसके बाद में उद्धव से बोले थे आप ब्रज में होके जाओ, आत्मा रूप से ब्रज में रह जाओगे, शरीर रूप से हिमालय चले। तो उद्धव जी ने पूछा प्रभु हम कहाँ जाए। जब कृष्ण ने बताया था, जिस समय उद्धव जी यहाँ आए उस समय मथुरा ही थे। मथुरा में गोपियों ने, ग्वाल वालों ने देखा। ग्वाल वाल जब पहुंचे वहां रथ के पास, ग्वाल वालों ने कहा भैया आप कृष्ण जैसे दिखाई देते हो। कृष्ण बोले, बोले हाँ सही पहचाना, मैं कृष्ण नहीं हूँ, उनका सखा। अब सबका संदेश लेके आ। അടുത്തതായി നമ്മുടെ യാത്ര ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട രാധാദേവിയുടെ കൊട്ടാരത്തിലേക്കാണ്. ബർസാന എന്ന് അറിയപ്പെടുന്ന ആ കൊട്ടാരത്തിൽ രാധാദേവിയുടെ ക്ഷേത്രം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജയ് രാധേശ്യാം. രാധാദേവിയുടെ കൊട്ടാരത്തിൽ നിന്ന് നന്ദഗോപരുടെ കൊട്ടാരം കാണുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഇതിൽ കാണാൻ സാധിക്കുന്നത്. വളരെ അകലെയാണ്.
നന്ദഗോപരുടെ കൊട്ടാരം. രാധാദേവിയുടെ സഖികളുടെ പേരുകളാണ് അഷ്ടസഖികൾ, 8 കൂട്ടുകാരികൾ. ലളിത, വിശാഖ, ചിത്ര, തുംഗവിദ്യ, ഇന്ദുലേഖ, ചമ്പകലത, രംഗദേവി, സുദേവി. ഇവരെ 8 പേര് 8 ഗ്രാമങ്ങളിൽ നിന്നുള്ള സഖിമാരായിട്ടാണ് കണക്കാക്കുന്നത് രാധാദേവിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ. ഇത് യമുന നദി, കണ്ണൻ്റെ പ്രിയപ്പെട്ട യമുന. രാധാദേവിയുടെ കൊട്ടാരമായിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ബർസാനയിൽ നിന്നും നമ്മുടെ ഈ യാത്ര രാധാദേവി ജനിച്ച രാവൽ എന്ന സ്ഥലത്താണ്. യമുന നദി ഈ ഭാഗത്തു കൂടിയാണ് ഒഴുകിയിരുന്നതെന്നും ഒരു താമരപ്പൂവിൽ നിന്നാണ് വൃഷഭാനുവിന് രാധയെ കിട്ടിയതെന്നുമാണ് കഥ. പിന്നീട് യമുന നദി വഴിമാറി ഒഴുകി എന്നാണ് സങ്കല്പം. നമുക്ക് രാവലിലേക്ക് യാത്രയാവാം. രാധാദേവിയെ വൃഷഭാനുവിന് താമരപ്പൂവിൽ നിന്ന് ലഭിച്ച സ്ഥലമാണിപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യമുന നദി ഈ ഭാഗത്തു കൂടിയാണ് ഒഴുകിയിരുന്നത്. രാധാദേവിയുടെ അതിമനോഹരമായ ഒരു പ്രതിഷ്ഠ സങ്കല്പം, മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു.
രാധാദേവിയുടെ ജന്മസ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് കാണുന്ന രാധാകൃഷ്ണ വൃക്ഷമാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് രാധാകൃഷ്ണ വൃക്ഷം. ഒരു വൃക്ഷം കറുത്ത നിറത്തിലും മറ്റൊന്ന് താരതമ്യേന വെളുത്ത നിറത്തിലുമായി ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് ഈ വൃക്ഷം. രാധയുടെയും കൃഷ്ണൻ്റെയും പ്രതിരൂപമായിട്ട് ഭക്തജനങ്ങൾ ഇതിനെ കാണുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, നമസ്കരിക്കുന്നു. വലതുഭാഗത്തുള്ളത് കറുത്ത നിറത്തിലും ഇടതുഭാഗത്തുള്ളത് വെളുത്ത നിറത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് പ്രദക്ഷിണം ചെയ്തും കൊണ്ട് രാധാകൃഷ്ണ ഭാവത്തെ, ആ പരിശുദ്ധമായ പ്രേമത്തെ, നിഷ്കാമമായ സ്നേഹത്തെ നമുക്കും മനസ്സിൽ ചേർത്ത് വയ്ക്കാം. ഇതിനടുത്തായി മറ്റൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. ആ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്തിരുന്നാണ് രാധാകൃഷ്ണന്മാർ ഊഞ്ഞാലിലാടിയത് എന്നുള്ളതാണ് സങ്കല്പം. ആ സങ്കല്പത്തെ ഓർമ്മിപ്പിച്ചും കൊണ്ട് ഈ കെട്ടിടത്തിനകത്ത് ഊഞ്ഞാലിലിരിക്കുന്ന രാധാകൃഷ്ണ പ്രതിമകൾ, വിഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായി രാധാകൃഷ്ണ ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന ഇസ്കോണിൻ്റെ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന പേരിൽ, ഇസ്കോൺ എന്ന ചുരുക്കപ്പേരിൽ 1966 ഓഗസ്റ്റ് 2 ന്യൂയോർക്കിൽ ആരാധ്യനായ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ തുടങ്ങിയ ആ സങ്കല്പമാണ്, ആ സംഘടനയാണ് ഇന്ന് ലോകമാസകലം നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അതിഗംഭീരമായിട്ടുള്ള ക്ഷേത്ര സമുച്ചയം മാർബിള് കൊണ്ട് നിർമ്മിച്ചത്, വളരെ മനോഹരമായിട്ടുള്ള, എല്ലാ സമയത്തും ഭക്തന്മാർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന, ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, കലിസന്ധരണോപനിഷത്തിലെ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഇത്. ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇത് വൃന്ദാവനത്തിലെ ഷഡ്ശിഖർ മന്ദിറാണ്. ശ്രീകൃഷ്ണ പ്രവാഹ് ആശ്രം ഇവിടെയാണ്. പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള ഭാഗവതോത്തമന്മാർ നിരവധി തവണ സപ്താഹയജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള പുണ്യ പ്രദേശം കൂടിയാണ് ഇത്. രാധാകൃഷ്ണന്മാരുടെയും മഹാദേവന്റെയും ഹനുമത് സ്വാമിയുടെയും ഭഗവതിയുടെയും ഗണപതിയുടെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങൾ പൂജിച്ച് ആരാധിക്കുകയും ഇതിന് നടുവിലുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലത്ത്
ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭാഗവത പാരായണങ്ങൾ, നാരായണീയ പാരായണങ്ങളൊക്കെ നടക്കുന്ന വളരെ ദിവ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ രാധാകൃഷ്ണ വിഗ്രഹം തന്നെ അതിമനോഹരമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. മാർബിളിൽ ആ കൊത്തിയെടുത്തിട്ടുള്ള അതിസുന്ദരമായിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഭൂഷണങ്ങളോടുകൂടി, ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും കൂടിയിട്ടാണ് ഭഗവാനെ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ സത്യസായി ബാബ, സായി ബാബയുടെ മനോഹരമായിട്ടുള്ള പ്രതിഷ്ഠ ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സായിബാബയുടെ പ്രതിഷ്ഠ ഇവിടെ കാണുന്നു. ഈ പ്രദേശത്ത് നിരവധി സാധുജനങ്ങൾക്ക് ഭണ്ഡാര എന്നുള്ള രീതിയിൽ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന രീതിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാഗണപതിയുടെ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം മഞ്ഞപ്പട്ടുടുപ്പിച്ച്, അതേപോലെ തന്നെ മഹാദേവിയുടെ അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടുള്ള ആ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹവും ഇവിടെ പൂജാദികൾ ചെയ്തുകൊണ്ട് ഭഗവത് സ്മരണ നമ്മളിൽ ഉണർത്തുന്നു. അവിടെ ചെന്ന അവസരത്തിൽ സ്വാമി ഉദിത് ചൈതന്യയുടെ ഒരു സപ്താഹം ആരംഭിക്കുകയായിരുന്നു. അതിൻ്റെ ആ രംഗത്തിൽ പങ്കുചേരാൻ കൂടി സാധിച്ച പുണ്യം പങ്കുവയ്ക്കുന്നു ഇത്തരുണത്തിൽ. അതോടൊപ്പം തന്നെ വൃന്ദാവന യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ വൃന്ദാവന സൗന്ദര്യം, വൃന്ദാവനത്തിൻ്റെ ആ സൗഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ. അതോടൊപ്പം യാത്രയിൽ അനുഭവിച്ച, അറിഞ്ഞ ചില കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം. ഇതിലുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം എന്നുകൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു.